ടെക് ലോകത്തെ വാർത്തകൾ. ജൂൺ 1 മുതൽ ഹുണ്ടായി വാഹനങ്ങൾക്ക് വില കൂടും. നിർമ്മാണച്ചെലവും അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഉയർന്ന പശ്ചാത്തലത്തിൽ വിവിധ മോഡലുകൾക്ക് 12,800 രൂപ വരെ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ജൂൺ 1 മുതൽ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എക്സ് ഷോറൂം വിലയുടെ ഏകദേശം 1% വരെ വർധനവാണ് കമ്പനി നടപ്പാക്കുന്നത്. ഇതോടെ വിവിധ മോഡലുകൾക്കും വേരിയന്റുകൾക്കുമനുസരിച്ച് 12,800 രൂപ വരെ വില കൂടാനിടയുണ്ട്. നിലവിൽ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് മുതൽ അയോണിക് 5 വരെ 10 മോഡലുകളാണ് ഹ്യുണ്ടായി ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നത്. ഈ വർഷം ഹ്യുണ്ടായി വാഹനങ്ങൾക്ക് ഇത് 2ാം തവണയാണ് വില വർധന വരുന്നത്. ജനുവരിയിലായിരുന്നു ആദ്യ വർധനവ്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും നിർമ്മാണ ചെലവിലെ വർധനയുമാണ് പുതിയ വില വർധനവിന് കാരണമെന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും ജൂൺ 1 മുതൽ വാഹനവില ഉയർത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. വിവിധ മോഡലുകൾക്കും വേരിയന്റുകൾക്കുമനുസരിച്ച് 30,000 രൂപ വരെ വില വർദ്ധിപ്പിക്കാനാണ് മാരുതി സുസുക്കിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എഡ്ജ് 70 സീരീസ് വിപുലീകരിച്ച് പുതിയ സ്മാർട്ട് ഫോണുമായി മോട്ടറോള. പുതിയ പ്രീമിയം മോഡലായ എഡ്ജ് 17 Pro Plus ജൂൺ 4 ഇന്ത്യയിലെത്തും. മോട്ടറോള എഡ്ജ് 17 സീരീസ് വിപുലീകരിച്ച് പുതിയ പ്രീമിയം സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. എഡ്ജ് 17 Pro Plus എന്ന പേരിലുള്ള ഈ ഹാൻഡ്സെറ്റ് ജൂൺ 4 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. നിലവിൽ എഡ്ജ് 17, എഡ്ജ് 17 ഫ്യൂഷൻ, എഡ്ജ് 17 Pro എന്നീ മോഡലുകളാണ് സീരീസിലുള്ളത്. ഏപ്രിലിൽ 38,999 രൂപ പ്രാരംഭ വിലയിലെത്തിയ എഡ്ജ് 70 പ്രോയ്ക്ക് മുകളിലായിരിക്കും പുതിയ മോഡലിന്റെ സ്ഥാനം. 3.5x ഒപ്റ്റിക്കൽ സൂം പിന്തുണയുള്ള 15 MP പെരിസ്കോപ്പ് ലെൻസാണ് ഫോണിന്റെ പ്രധാന ആകർഷണം. ദൂരെയുള്ള വസ്തുക്കളെയും വന്യജീവികളെയും കൂടുതൽ വ്യക്തതയോടെ പകർത്താൻ ഈ ലെൻസ് സഹായിക്കും. 90 വാൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 6500 mAh ബാറ്ററിയും വയർലെസ് ചാർജിംഗ് സൗകര്യവും ഫോണിലുണ്ടാകും. മിഡ് റേഞ്ച് പ്രീമിയം വിഭാഗത്തിൽ 40,000 രൂപ മുതൽ 55,000 രൂപ വരെയായിരിക്കും മോട്ടറോള എഡ്ജ് 70 Pro Plusന്റെ വിലയെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പ് ചാനൽ അഡ്മിന്മാർക്കായി പുതിയ ചാനൽ സ്റ്റാറ്റസ് ഫീച്ചർ വരുന്നതായി റിപ്പോർട്ടുകൾ. ഇനി ഫോട്ടോ, വീഡിയോ, ടെക്സ്റ്റ് അപ്ഡേറ്റുകൾ സ്റ്റാറ്റസ് രൂപത്തിൽ താൽക്കാലികമായി പങ്കിടാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ വാട്സാപ്പ് ഉപയോക്തൃ അനുഭവം കൂടുതൽ സമ്പന്നമാക്കാൻ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നതിൽ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോഴത്തെ ചാനൽ അഡ്മിന്മാർക്കായി ചാനൽ സ്റ്റാറ്റസ് എന്ന പുതിയ സൗകര്യം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. പുതിയ ഫീച്ചർ വഴി ചാനൽ ഉടമകൾക്ക് ഫോട്ടോ, വീഡിയോ, ടെക്സ്റ്റ്, ലേഔട്ട് തുടങ്ങിയ അപ്ഡേറ്റുകൾ 24 മണിക്കൂർ മാത്രം ദൃശ്യമായ സ്റ്റാറ്റസ് രൂപത്തിൽ പങ്കിടാൻ കഴിയും. സാധാരണ വാട്സാപ്പ് സ്റ്റാറ്റസുകളെ പോലെ തന്നെ ഇവയും താൽക്കാലികമായിരിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം അപ്ഡേറ്റ്സ് ടാബിലെ സ്റ്റാറ്റസ് ട്രേയിൽ തന്നെ ചാനൽ സ്റ്റാറ്റസുകളും പ്രത്യക്ഷപ്പെടും. ഉപയോക്താക്കൾക്ക് സ്റ്റാറ്റസുകൾ ലൈക്ക് ചെയ്യാനും സ്വന്തം സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാനും കഴിയുമെന്നാണ് സൂചന. എന്നാൽ സ്റ്റാറ്റസ് കണ്ട വ്യക്തികളുടെ പേരുകൾ അഡ്മിന്മാർക്ക് കാണാനാകില്ല. ആകെ വ്യൂസിന്റെ എണ്ണം മാത്രമാകും ലഭിക്കുക. നിലവിൽ ഈ ഫീച്ചർ ആൻഡ്രോയിഡ്, iOS ബീറ്റ പതിപ്പുകളിൽ ചില ഉപയോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ഉപയോക്താക്കൾക്കായി ഇത് ഘട്ടം ഘട്ടമായി പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.